എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നൊരു വാർത്തയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതായത് കോൺഗ്രസിൻ്റെ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടം ഉടൻ തന്നെ കോൺഗ്രസ് പാർട്ടി വിട്ട് CPM-ൽ ചേക്കേറും എന്നുള്ളൊരു വാർത്ത. അപ്പോൾ ഏത് കോണ്ടക്സ്റ്റിലാണ് രാഹുൽ മാങ്കൂട്ടം CPM-ലേക്ക് ചേക്കേറും എന്നുള്ളൊരു വാർത്ത പ്രചരിപ്പിക്കുന്നത്? ഇത് ചില കോൺഗ്രസ് പ്രവർത്തകർ, അതായത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഇത്തിരി അകലം പാലിച്ച് നിൽക്കുന്ന ആൾക്കാരിട്ട സോഷ്യൽ മീഡിയ പോസ്റ്റിനനുസരിച്ചാണ് ഇത്തരത്തിലുള്ള ചർച്ച നടക്കുന്നത്. അപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം ഈ രാഹുൽ മാങ്കൂട്ടവും CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും തമ്മിൽ വലിയ രീതിയിലൊരു ചർച്ച നടന്നു എന്നുള്ളൊരു വാർത്ത അവർ പറയുന്നുണ്ട്. അവരുടെ പക്കൽ അതിനുള്ള തെളിവും ഉണ്ട് എന്നാണ് പറയുന്നത്. അത് കറക്റ്റ്, ആവശ്യം വന്നു കഴിഞ്ഞാൽ ആ തെളിവ് അവർ പുറത്തു വിടും എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അപ്പോൾ ഏത് കോണ്ടക്സ്റ്റിലാണ് ഈ രാഹുൽ മാങ്കൂട്ടവും ഈ MV ഗോവിന്ദനായിട്ട് ചർച്ച നടത്തി? അത് നമുക്കറിയാം. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ത്രീ പീഡന വിഷയം, അത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. അത് ഒരു സ്ത്രീ പരാതിയുമായിട്ട് വരുന്നു. കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഓഡിയോ ഒക്കെ പുറത്തു വരുന്നു. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇങ്ങനെ അലിഗേഷൻസ് വരുന്നതല്ലാണ്ട് ഒരാളിപ്പോഴും ലീഗലി ഒരു പ്രോബ്ലമില്ല. ഒരാളും പരാതിയുമായിട്ട് പുറത്തു വന്നിട്ടില്ല. ഈവൻ പോലീസ് പോലും ചില കേസുകളൊക്കെ സ്വമേധയാ കേസെടുക്കും. അത്തരത്തിൽ പോലും ഒരു സ്വമേധയാ കേസ് പോലും കേരള പോലീസ് എടുത്തിട്ടില്ല. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് കേരള രാഷ്ട്രീയത്തിൽ എവിടെ ചെല്ലുന്നതിനും ഒരു പ്രശ്നമില്ല. പക്ഷേ മൊറാലിറ്റിയുടെ പേരിൽ വേണമെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് മാറ്റി നിർത്താം. പക്ഷേ കുറച്ച് നാൾ മുന്നേ ഈ വിവാദം ഉണ്ടായില്ലേ, അത് ഒരു സിനിമാ നടിയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തെല്ലാം കെട്ടടങ്ങിയാണ് പൊടുന്നനെ ഇപ്പം വീണ്ടും ഈ ഇലക്ഷൻ്റെ ഒരു കോണ്ടക്സ്റ്റിൽ, അതായത് നമ്മൾ ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ നടക്കാൻ പോകുകയല്ലേ, അപ്പോൾ ആ ഒരു ഇത് മുൻനിർത്തിയിട്ട് പെട്ടെന്ന് ഈ സാധനം വലിച്ചിടുന്നു. അത് ആരാണ്? രാഹുൽ മാങ്കൂട്ടത്തിനെ വിശ്വസിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയിലെ ആൾക്കാർ തന്നെയാണ് ഈ വിഷയം ഇപ്പോൾ വീണ്ടും പൊക്കിക്കൊണ്ടുവന്നത്. അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പൂർണ്ണമായിട്ടും സൈഡ് ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തിനായാലും ഇയാൾ ബേസിക്കലി ഒരു ഭൂലോക കോഴിയാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ രാഷ്ട്രീയം വെച്ച് നോക്കിയാണ് രാഹുൽ മാങ്കൂട്ടം വിശ്വസിക്കുന്നത് ഇപ്പോൾ ഈ കോൺഗ്രസ് പാർട്ടിക്കാർ തന്നെയാണ് ഈ വിഷയം വീണ്ടും പൊക്കിക്കൊണ്ടുവന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നിരന്തരം തൻ്റെ പാർട്ടിക്കുള്ളിൽ നിന്ന് അകത്തു നിന്ന് തന്നെ വലിയ രീതിയിലുള്ള ഒരു എതിർപ്പ് രാഹുൽ മാങ്കൂട്ടത്തിന് നിരന്തരം തൻ്റെ പൊളിറ്റിക്കൽ കരിയർ നേരിടേണ്ടി വരും. അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ എന്നാണ്, അതായത് കേരള രാഷ്ട്രീയത്തിൽ ഇനി എന്തെങ്കിലും ഒരു സ്കോപ്പ്, അതായത് വലിയ രീതിയിലുള്ള ഒരു ഫ്യൂച്ചർ ഉള്ള ഒരാളായിരുന്നു ഈ രാഹുൽ മാങ്കൂട്ടം. പക്ഷെ പെട്ടെന്നാണ് എല്ലാം തല്ലിക്കെടുത്തി പോയത്. അതിന് തൻ്റെ പാർട്ടിക്കാരും കോൺഗ്രസ് പാർട്ടിക്കാരും അതിന് വലിയ രീതിയിലുള്ള പുറകിൽ ചരട് വലി നടത്തിയിട്ടുണ്ടെന്ന് രാഹുൽ മാങ്കൂട്ടം വിശ്വസിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് എന്താണ് ഈ MV ഗോവിന്ദനായിട്ട് ചർച്ച നടത്താൻ ഒരു താല്പര്യം കാണിച്ചത്? അതായത് രാഹുൽ മാങ്കൂട്ടം കേരള രാഷ്ട്രീയത്തിൽ തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇനി അതായത് തനിക്ക് രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ഒരു ഭാവി ഉണ്ടെങ്കിൽ അത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഉണ്ടാകാൻ സാധ്യതയില്ല. ഇത്തരം കാര്യങ്ങൾ ഇനി കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ ഈ സ്ത്രീ പീഡനം, അതായത് ഗർഭം, എന്നുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വീണ്ടും ഓരോ അവസരത്തിൽ എടുത്തിട്ട് സ്വന്തം പാർട്ടിക്കാരനെ ഉപയോഗിക്കും. അപ്പോൾ തനിക്ക് ഈ പാർട്ടിയിൽ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ഇനി ഒരു ഭാവി ഉണ്ടാവില്ല എന്ന തിരിച്ചറിവാണ് ഈ MV ഗോവിന്ദനുമായിട്ട് ചർച്ച നടത്താൻ ഒരു പ്രേരണ ഉണ്ടായത്. അതായത് സംഭവം ഇവർ ഈ സോഷ്യൽ മീഡിയ കോൺഗ്രസ് പ്രവർത്തകരൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ CPM-ൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം സേഫാണ്. എത്ര സ്ത്രീ പീഡനവും എന്ത് കേസുമായാലും വെളുപ്പിച്ചെടുക്കാൻ മിടുക്കന്മാരാണ് CPM-ന് അങ്ങനത്തെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. സോഷ്യൽ മീഡിയയിലായാലും എന്തിനായാലും അവരുടെ പാർട്ടി സംവിധാനമായാലും അവർക്ക് ഇത്തരം കാര്യങ്ങൾ വെളുപ്പിച്ചെടുക്കാനുള്ള ഒരു സംവിധാനമുണ്ട്. ഞാൻ ഒരു കാര്യം വിട്ടെ, അതായത് എന്തിനാണ് പൊളിറ്റിക്സ് നോക്കുകയാണെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വിഷയം വന്നു. അത്യാവശ്യം ഈ ചാനൽ ഫോളോ ചെയ്യുന്നു, അത്യാവശ്യം സംസാരിക്കാൻ കഴിവുള്ള ഒരു വ്യക്തി തന്നെയാണ് ഈ മാങ്കൂട്ടം. ഈ മാങ്കൂട്ടത്തിനെതിരെ ഒരു അലിഗേഷൻസ് വരുന്നു. അപ്പോൾ ഇത്തരത്തിലെ കാര്യങ്ങൾ വരുമ്പോൾ പാർട്ടി എന്താ ചെയ്യേണ്ടത്? ഒറ്റക്കെട്ടായി അതിനെ നേരിടുക വേണ്ട, അതിനെ എതിർക്കുക വേണ്ട. ഇത് രാഷ്ട്രീയമായ ഒരു അലിഗേഷനാണ്. അപ്പോൾ അത്തരത്തിലെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ CPM ഒക്കെ നോക്കിയേ, നേരെ മറിച്ച് രാഹുൽ മാങ്കൂട്ടം CPM-ലാണ് എന്താ അവസ്ഥ ഉണ്ടാകുന്നത്? ഇവരെന്ത് പെണ്ണുപിടി കഴിഞ്ഞാൽ എന്ത് തെണ്ടിത്തരം കഴിഞ്ഞ് കഴിഞ്ഞാലും അത് ന്യായീകരിക്കാൻ ആൾക്കാരുണ്ടാവും. സോഷ്യൽ മീഡിയയിൽ അത് വെളുപ്പിച്ചെടുക്കാനുള്ള സംവിധാനം അവർക്കുണ്ട്. പക്ഷേ ഇവിടെ കോൺഗ്രസ് പാർട്ടി എന്താ ചെയ്തേ? KPCC പ്രസിഡൻ്റായ സതീശൻ തന്നെ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടം ചെയ്ത് തെറ്റാണെന്ന്. അവിടെ തന്നെ പാർട്ടിക്ക് പിഴച്ചു. ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ആ വിഷയത്തിലാണ് CPM-നെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പാർട്ടിക്കകത്ത് നിന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ രീതിയിലുള്ള ഒരു എതിർപ്പും പാരവെപ്പും കൊള്ളിവെപ്പൊക്കെ നേരിടേണ്ടിയിരുന്നു. അപ്പോൾ രാഷ്ട്രീയത്തിൽ നിലനിൽക്കണമെങ്കിൽ ഇനി കോൺഗ്രസ് പാർട്ടിയിൽ നിന്നിട്ട് കാര്യമില്ല, ഉടൻ തന്നെ പാർട്ടി മാറണം. അത്തരത്തിലുള്ള ഒരു മാനസികമായി തയ്യാറെടുത്തിരിക്കുകയാണ് മാങ്കൂട്ടം. അപ്പോൾ ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് മാങ്കൂട്ടം ഈ ഗോവിന്ദനായിട്ട് ചർച്ച ചെയ്യുന്നത്. ഇൻ കേസ് മാങ്കൂട്ടം ഉടൻ തന്നെ CPM-ൽ ചെന്നിട്ട് അപ്പോൾ തന്നെ വെളുപ്പിച്ച് കാണിച്ചു തരും. ഇപ്പോൾ കാണുന്ന അലിഗേഷൻസ് ഒക്കെ ഇല്ലേ, മാങ്കൂട്ടത്തിന് സോഷ്യൽ മീഡിയ നടക്കുന്ന ക്യാമ്പയിനൊക്കെ ഇല്ല, അത് നേരെ തിരിച്ച് എന്താ പറയുക, മാങ്കൂട്ടത്തിന് അനുകൂലമാകുന്ന രീതിയിൽ എങ്ങനെ ചെയ്യണമെന്ന് CPM കാണിച്ചു തരും. അവർക്ക് അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ. അപ്പോൾ സോഷ്യൽ മീഡിയ മാത്രമല്ല പാർട്ടി സംവിധാനങ്ങളൊക്കെ. അപ്പോൾ എന്താ പറയണ്ടേ, ഇനി ഇതുമായി ബന്ധപ്പെട്ട് തന്നെ രണ്ടാമതും ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ ഓഡിയൊക്കെ പുറത്തുനിന്നില്ലേ ഈ അടുത്ത 2 ദിവസം മുന്നേ. അപ്പോൾ ആ സമയത്ത് തന്നെ വലിയ രീതിയിലുള്ള ആൾക്കാരൊക്കെ ഈ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, ദേ വരുന്നു CPM-ൻ്റെ അടുത്ത പാലക്കാട് സ്ഥാനാർത്ഥി എന്ന രീതിയിൽ. അതായത് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇത്ര അലിഗേഷൻസ് ഉണ്ടായില്ലേ, ഈ രാഹുൽ മാങ്കൂട്ടം CPM-ലോട്ട് പോകും, അവർ അതിനെ വെളുപ്പിക്കും, പാലക്കാട് വീണ്ടും മത്സരിക്കും, രാഹുൽ മാങ്കൂട്ടം അവിടെ ജയിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിലൊരു നീക്കം അണിയറി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനായാലും ഇനി
ഇനി ഷാഫി പറമ്പിലിന് പോലും തന്നെ ഗോഡ് ഫാദറായ ഷാഫി പറമ്പിലിന് പോലും രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് രക്ഷിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇൻ കേസ് ഷാഫി പറമ്പിൽ പോലും ഈ രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കാൻ മുൻകൈ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷാഫിയുടെ ഭാവിയും അവതാളത്തിലാകും. കാരണം വെച്ചാൽ ഷാഫിക്ക് വലിയ വലിയ ആഗ്രഹങ്ങളാണ്, ഭാവിയിലെ മുഖ്യമന്ത്രി എന്ന രീതിയിൽ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഷാഫിയുടെ പരിധിക്കപ്പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ചെന്നിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലൊരു സജീവ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിക്ക് കോൺഗ്രസ് പാർട്ടിയിൽ നിൽക്കുന്നത് അത്ര ശരിയല്ല. അതായത് ഇയാളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ബിസിനസ് ഇപ്പം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഇതായിരിക്കുമ്പോൾ തന്നെയാണ് ഈ വിഷയം വരുന്നത്. അപ്പോൾ ഇതിനിടയിൽ വലിയ രീതിയിൽ സുഡാപ്പികളൊക്കെ ചേർന്നിട്ട് വലിയ രീതിയിൽ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തുന്നുള്ള വാർത്ത പുറത്തു വരുന്നുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ നമുക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ എന്ത് തന്നെയായാലും രാഹുൽ മാങ്കൂട്ടത്തിന് താൻ ഉണ്ടാക്കിയെടുത്ത സാമ്രാജ്യം, അതായത് ഫിനാൻഷ്യലായാലും ആ ഒരു ബേസ് ആയാലും അത് നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഇനി CPM കൂടെ പോയാലേ പറ്റൂ. വലിയൊരു വൈറ്റ് വാഷിങ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ആവശ്യമാണ്. അതിന് പറ്റിയ പ്ലാറ്റ്ഫോമാണ് CPM. ആ ഒരു തിരിച്ചറിവാണ് രാഹുൽ മാങ്കൂട്ടത്തിന് CPM പോകാൻ പ്രേരിപ്പിക്കുന്നത്. വെറുതെയല്ല, ഗോവിന്ദനുമായിട്ട് ചർച്ച നടത്തി പാർട്ടി സെക്രട്ടറിയായിട്ട്. അത് രാഹുൽ മാങ്കൂട്ടത്തിന് പോലത്തെ ഒരാൾ, അതായത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ് രാഹുൽ മാങ്കൂട്ടം. അതായത് ഇപ്പം പാർട്ടി ചെറിയ സസ്പെൻഷനൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒഫീഷ്യലി അങ്ങനെ എല്ലാ സ്ഥാനത്തും മാറ്റി നിർത്തിയിട്ടില്ല. അങ്ങനെ കോൺഗ്രസിൻ്റെ ഒരു അത്യാവശ്യം നല്ലൊരു ഫിഗറുള്ള ഒരാൾ സ്വന്തം കോൺഗ്രസ് CPM വരികയാണെങ്കിൽ അത് പാർട്ടി നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യും. പ്രത്യേകിച്ച് ഇപ്പോൾ നിയമസഭാ ഇലക്ഷൻ നടക്കുകയാണല്ലോ. അപ്പോൾ നിങ്ങൾ കണ്ടോ, ഇൻ കേസ് ഈ രാഹുൽ മാങ്കൂട്ടം CPM പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഈ പാലക്കാട് മത്സരിക്കും, അവിടെ ജയിക്കും. ഇത് തന്നെയാണ് ഈ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏത് തെറ്റും എത്ര വലിയ പാപം ചെയ്താലും CPM പോയി ചെന്ന് കഴിഞ്ഞാൽ അവരത് നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് നല്ല പെയിൻ്റൊക്കെ അടിച്ച് നല്ല കുട്ടപ്പനാക്കി തരും. അത്രയൊരു സംവിധാനം അവർക്കുണ്ട്. അപ്പോൾ ആ സംവിധാനത്തിൽ കണ്ണു വെച്ചുകൊണ്ട് തന്നെയാണ് ഈ രാഹുൽ മാങ്കൂട്ടം അങ്ങോട്ട് ചാടാൻ ഒരുങ്ങി നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനി കോൺഗ്രസ്സിൽ നിൽക്കുന്നത് അത്ര പന്തികേടല്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് മനസ്സിലായി. സംഭവം എന്ന് വെച്ചാൽ ഒരുപാട് ഓടിയും ഒരു ഡയറക്റ്റ് എവിഡൻസ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എതിരെ ഈ പാർട്ടി പ്രവർത്തകരുടെ കയ്യിൽ തന്നെയുണ്ട്. സംഭവം എന്ന് വെച്ചാൽ ഈ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടല്ലോ, പെട്ടെന്ന് നാറുന്ന കേസാണ് ഈ സ്ത്രീ വിഷയം. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് അധികകാലം ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. വേറെ എന്തെങ്കിലും വിഷയമാണെങ്കിൽ നമുക്കതിന് ഡിഫെൻഡ് ചെയ്യാം. പക്ഷേ ഒരു സ്ത്രീ വിഷയത്തിലേക്ക് ഡയറക്റ്റ് തെളിവുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ നമുക്ക് പ്രതിരോധിച്ച് നിൽക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അത് സെൽഫായിട്ട് പറ്റും, ഇൻഡിവിജ്വലായിട്ട് പറ്റും. പക്ഷേ ഒരു പാർട്ടിയുടെ പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് ആ പാർട്ടിക്ക് മൊത്തം നാണക്കേടുണ്ടാകുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോവുക സ്ത്രീ വിഷയം സംബന്ധിച്ച്. അപ്പോൾ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇൻഡിവിജ്വലായിട്ട് നേരിടുന്നതല്ലാതെ പാർട്ടിയിൽ നിന്ന് ഒരു സപ്പോർട്ടും കിട്ടില്ല. അത് മൊത്തം പാർട്ടിക്ക് അതിന് ഡാമേജ് ഉണ്ടാവും. ഇത് 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രസൻസ് കോൺഗ്രസ് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 140 മണ്ഡലങ്ങളും അത് UDF അടക്കം എഫക്ട് ചെയ്യും. അപ്പോൾ ആ ഒരു തെളിവും കൂടി, അത്തരത്തിലുള്ള ക്ലിയർ മെസ്സേജും കൂടി ഈ സതീശനൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് മനസ്സിലായി. ഇനി ഈ ഒരു കോൺഗ്രസ് നിന്നോട്ട് തനിക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, അതായത് ഒരു ഭാവിയില്ല എന്ന് മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് മറുകണ്ഠൻ ചാടാൻ വേണ്ടിയിട്ട് രാഹുൽ മാങ്കൂട്ടം ഈ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമായിട്ട് ദീർഘനേരം ചർച്ച നടത്തിയെന്നും അതിൽ വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരും. രാഹുൽ മാങ്കൂട്ടം പാർട്ടി വിട്ട് CPM ചേക്കേറോ, അത്തരത്തിലൊരു പോസിബിലിറ്റിയാണ് പുള്ളി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് എന്തൊക്കെ ഇൻ കേസ് ഞാൻ വന്നു കഴിഞ്ഞാൽ എന്നെ എങ്ങനെ ട്രീറ്റ് ചെയ്യും, എന്നെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, എനിക്ക് എന്തൊക്കെ പൊസിഷൻ കിട്ടും എന്ന തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും അവിടെ ഒരു ഡിസ്കഷൻ നടന്നിട്ടുണ്ടാവുക. അപ്പോൾ ഗോവിന്ദൻ്റെ പക്കൽ നിന്ന് കൺവിൻസിംഗ് ആയി റിപ്ലൈ രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതായത് രാഹുൽ മാങ്കൂട്ടം കൺവിൻസ് ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ അടുത്ത് തന്നെ ഈ നിയമസഭാ ഇലക്ഷന് മുന്നേ തന്നെ രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസ് പാർട്ടി വിട്ട് CPM ചേക്കേറും. ഇവരെ അത് വെളുപ്പിച്ചെടുക്കും. ഇവരുടെ സകലമാന സ്ത്രീപീഡനങ്ങളും വെളുപ്പിച്ചെടുക്കും. അടുത്ത പാലക്കാട് ഇലക്ഷനിൽ രാഹുൽ മാങ്കൂട്ടം തന്നെ അവിടെ മത്സരിക്കുകയും ചെയ്യും, വേണമെങ്കിൽ ജയിക്കുകയും ചെയ്യും. അത്തരത്തിലുള്ള സെറ്റപ്പ് അവർക്കുണ്ട്. അപ്പോൾ നമുക്ക് അതിനായി കാത്തിരിക്കാം. നോക്കട്ടെ എന്തൊക്കെയാണ് കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കാൻ പോകുന്നത്, നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റു വീഡിയോ കാണാം.